എന്തിനീ ഉലകിൽ നമ്മൾ തമ്മിലടിച്ചു മരിക്കും. ചന്തമേറും വർണ്ണ പൂക്കൾ നാം തെന്നി തല്ലി പൊഴിക്കും. മനുഷ്യർ നമ്മൾ സഹോദരങ്ങൾ, ഒരു പിതാമാതാ മക്കൾ നമ്മളോർത്തിടണേ. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഉണക്കമീനാണ് ആദ്യം തന്നെ ഫ്രൈ ചെയ്യണത്, പൊരിക്കാൻ പോകണം കേട്ടോ. നല്ല തളമീനാണ്. അതിൽ നല്ല മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് തിരുമ്പി എടുത്തിട്ട് നമ്മൾ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഉണക്കമീനാണ്. പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിന് നല്ലൊരു തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് വറുത്ത് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ മീനൊക്കെ അവിടെ അപ്പുറം സൈഡൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ തേങ്ങ നല്ലോണം വറുത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സാമ്പാർ കഷ്ണങ്ങൾ വേവിക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് സാമ്പാർ കഷ്ണങ്ങൾ ഉണ്ടായി. അതിൽ കഴുകി കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടാണ്, മുളക് പൊടി ഇടുന്നില്ല. അപ്പം അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം സാമ്പാറും മീനൊക്കെ അവിടെ കിടന്ന് വേവുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയൽ കഷ്ണങ്ങൾ വേറൊരു കുക്കറിൽ കഴുകിയിട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതും ഗ്യാസിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുക്കറുകളൊക്കെ ഗ്യാസിൽ കയറിയിട്ടുണ്ട്. അപ്പം മീൻ വെന്ത് ഫ്രൈ ആയിക്ക് വന്ന് അതൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ വലിയൊരു കുക്കർ ഗ്യാസിൽ കയറിയിട്ടുണ്ട്. അത് നമ്മളെ ചോറാണ്. അപ്പം 3 കുക്കറാണ് ഗ്യാസിലുള്ളത്. അപ്പോൾ അതൊക്കെ വെന്തൊക്കെ ഓരോ സൈഡിൽ മാറ്റി വെച്ച് ഇനി നമ്മൾ അപ്പം ചൂടാണ് കേട്ടോ. രാവിലെ എല്ലാം കൂടെ ഒപ്പല്ലേ ഉണ്ടാക്കില്ലേ. അപ്പം അതൊക്കെ ഒരുവിധം പണി ആയതിനു ശേഷമാണ് പിന്നെ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നീർദോശ, അരി അരച്ചിട്ടുള്ള. സാമ്പാറൊക്കെ വെന്ത് വിസിലൊക്കെ പോയി, കഷ്ണങ്ങളൊക്കെ വെന്ത് വിസിലൊക്കെ പോയി. ഇനി ഇതിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വറുത്തരച്ച തേങ്ങ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറച്ചൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ചും കൂടി ഇപ്പോൾ ആവശ്യമുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ചിട്ട് ഞാൻ വറവിടാൻ പോവുകയാണ്. നമ്മൾ തേങ്ങ വറുത്ത ചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച സാമ്പാർ കേട്ടോ. ഞാൻ അവിയൽ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അവിയലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് തേങ്ങ അരച്ച് ഒഴിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ട് പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി മോരൊഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം അരക്കണില്ല, ഒരു പാകത്തിന് അരച്ചിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളക്കട്ടെ. ഇനി അതിലേക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഒന്നുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ. അത് നല്ലോണം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. കുറച്ചൊന്ന് വെള്ളം വറ്റാണ്ട് അങ്ങനെ അവിയൽ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കണം കേട്ടോ. നല്ല തേങ്ങ വറുത്തരച്ച സാമ്പാർ കൂട്ടിയിട്ടാണ് നമ്മൾ അപ്പം തിന്നണത്. അപ്പോൾ അപ്പം തിന്നാൻ പോവുകയാണ്. നല്ല സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.